ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷനാണ്. വളരെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണുള്ളത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറുവാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം ഏതാണ്? പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറുവാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞത് ആൽഫ കിരണത്തിനാണ്. ആൽഫ കിരണം. കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കപ്പലിൽ കൃത്യസമയം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ ആണ്. ക്രോണോമീറ്റർ. ഏത് സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി പേര് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി പേര് ലഭിച്ചത്. അടുത്ത ചോദ്യം, ചോല നായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം. ചോല നായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ. സംഗീത രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. സംഗീത രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം സ്വാതി പുരസ്കാരമാണ്. സ്വാതി പുരസ്കാരം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത്. പാലാ നാരായണൻ നായർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. പാലാട്ട് മോഹൻദാസ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പാലാട്ട് മോഹൻദാസ്. അടുത്ത ചോദ്യം, ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരളം. അമീബയുടെ ശ്വസനോപാധി ഏത്? അമീബയുടെ ശ്വസനോപാധി കോശസ്തരമാണ്. കോശസ്തരം. അമീബയുടെ ശ്വസനോപാധി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോശസ്തരമാണ്. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷക തിലകം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് കർഷക തിലകം. പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊടുമണ്ണാണ്. പത്തനംതിട്ടയിലെ കൊടുമണ്ണാണ് പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡേ ഡോക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡേ ഡോക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1852 ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡേ ഡോക്ക് പുറത്തിറങ്ങിയ വർഷം 1852. തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മീരാഭായി ആണ്. മീരാഭായി. ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ സ്റ്റാമ്പിലാണ്? ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ സ്റ്റാമ്പിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെതിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഡോൾസ് മ്യൂസിയം, ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിലാണ് ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂരാണ്. ചെന്നൈയിലെ പെരമ്പൂരാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഉക്കായ് ജലവൈദ്യുത പദ്ധതി താപ്തി നദിയിൽ, ഗുജറാത്തിലെ താപ്തി നദിയിലാണ് ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ താപ്തി നദിയിൽ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം? പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഡൽഹിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ്? ഡൽഹിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസാണ് ബസ് ടു ലണ്ടൻ. ബസ് ടു ലണ്ടൻ. ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്? ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്? റാഞ്ചിയാണ്. റാഞ്ചി. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിന്റെ രചയിതാവ്? ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിന്റെ രചയിതാവ് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന തടാകമാണ് സലീം അലി തടാകം. സലീം അലി തടാകം. ആന്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈൽ? ആന്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് വികസിപ്പിച്ച മിസൈലാണ് രുദ്രം. രുദ്രം. ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത് ഏത് കാർഷിക വിളയിൽ നിന്നാണ്? ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത് ഏത് കാർഷിക വിളയിൽ നിന്നാണ്? നെല്ലിൽ നിന്നുമാണ്. നെല്ല്. കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയ ആയി പ്രഖ്യാപിച്ച കേന്ദ്ര ഭരണ പ്രദേശം? കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയയായി പ്രഖ്യാപിച്ച കേന്ദ്ര ഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയതാര്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയത് ജോസഫ് മുണ്ടശ്ശേരി. ആരുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത്? ആരുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത്. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ ചേർന്ന് ചിനാബ് രൂപം കൊള്ളുന്ന സ്ഥലം? ചന്ദ്ര, ഭാഗ എന്നീ നദികൾ ചേർന്ന് ചിനാബ് രൂപം കൊള്ളുന്നത് താണ്ടിയിലാണ്. താണ്ടി. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരി? കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരി
TK പത്മിനിയാണ്. TK പത്മിനി. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത്. ആറയിലെ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന് ആറയിലെ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് അനിമോഫിലി എന്നാണ്. അനിമോഫിലി എന്നാണ് കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി ഏതാണ്? ഓൾഫാക്ടറി നെർവാണ്. ഓൾഫാക്ടറി നെർവാണ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. ഓൾഫാക്ടറി നെർവ്. പൂസ ഔഷധി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? പൂസ ഔഷധി എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? പാവയ്ക്കയുടേതാണ്. പാവയ്ക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് പൂസ ഔഷധി എന്നത്. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ് ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നതാണ്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക. മസ്തിഷ്കത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. മസ്തിഷ്കത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുലയാണ്. മെഡുല. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് ആണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നത്. കേരളീയ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്. കേരളീയ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് കേരളീയ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് അറിയപ്പെടുന്നത്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടക. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ. ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ. ഫിറോസ് ഷാ മേത്ത. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ്? ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് GB പന്തിന്റെ പേരിലാണ്. GB പന്ത്. മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് GB പന്ത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കറിയുപ്പിന്റെ രാസനാമം. കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.